സ്വതന്ത്രമായ ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപരവിദ്വേഷം പാടില്ല എന്ന് പറഞ്ഞ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ നാവിൽ നിന്നും ഇന്ന് പുറത്തു വന്നത് വിഷം വമിപ്പിക്കുന്ന ഒരുപാട് വാചകങ്ങളാണ്. മലപ്പുറം എന്ന് പറയുന്ന സംസ്ഥാനത്തുള്ളവരെല്ലാം തന്നെ ഒരു പ്രത്യേക രാജ്യക്കാരാണ് എന്നും അവിടെയുള്ളവർ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ജനങ്ങളാണ് എന്നും അതുപോലെ തന്നെ സ്വതന്ത്രമായി ഒരു വായു ശ്വസിക്കാൻ പോലും അവിടെ നിന്ന് പറ്റുന്നില്ല, അത്രയ്ക്ക് വർഗീയതയുള്ള ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് എന്നിവരെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ഇത് അറിയാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് പേവ് കൊണ്ടോ വന്നുപോയ ഒരു തെറ്റൊന്നുമല്ല. അദ്ദേഹം ഇത് കരുതിക്കൂട്ടി തന്നെ പറഞ്ഞതാണ്. അതിന് ഒരുപാട് കാരണമുണ്ട്. മലപ്പുറം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനൊരു കാരണമുണ്ട്. ഏകദേശം 2011 സെൻസസ് പ്രകാരം മലപ്പുറത്ത് ഏകദേശം 70% മുസ്ലിങ്ങളും അതുപോലെ തന്നെ 26% ഹിന്ദുക്കളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത് പറഞ്ഞത്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ വരുന്ന ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലയിൽ 70% ഹൈന്ദവരാണ് ഉള്ളത് എന്ന് വെള്ളാപ്പള്ളി നടേശൻ അറിയണം. അതും 2011 സെൻസസ് പ്രകാരമുള്ള കണക്കാണ്. അപ്പോൾ അവിടെയുള്ളത് കേവലം 10% മുസ്ലിങ്ങൾ മാത്രമാണ് ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലയിലുള്ളത്. അത് വെള്ളാപ്പള്ളി നടേശൻ മനസ്സിലാക്കണം. മലപ്പുറത്തോട് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായതുകൊണ്ട് അടുത്തടുത്ത് ഒരുപാട് പള്ളികളും ആരാധനാലയങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ആലപ്പുഴയിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഒന്നിടവിട്ട് ഒരു കിലോമീറ്ററിനുള്ള ഏകദേശം ഒരു 4 അമ്പലമെങ്കിലും നിങ്ങൾക്കും കാണാൻ സാധിക്കും. അതൊരു തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. അതാത് മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് അത്തരം അമ്പലങ്ങളും പള്ളികളും എല്ലാം സ്വാഭാവികമാണ്. എന്നാൽ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന മനുഷ്യർ കരുതിക്കൂട്ടി ഒരു സമുദായത്തെ തേജോവധം ചെയ്യുന്ന രീതിയിലാണ്. എന്നാൽ നമ്മുടെ സംഘികൾക്കും അതുപോലെ തന്നെ BJPക്കാരും ഒരുപാട് കാലമായി മലപ്പുറത്തെ ആക്ഷേപിക്കുന്നതാണ്. ഒരു മിനി പാകിസ്ഥാനാണ് മലപ്പുറം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനൊന്നും കൂടി ശക്തി പകരുന്ന രീതിയിലാണ് അവിടെയുള്ള ജനങ്ങൾക്ക് നല്ല വായു ശ്വസിക്കാൻ വരെ അർഹതയില്ല എന്ന് വരെ പറഞ്ഞു വെക്കുകയാണ് നമ്മളെ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിനോട് ഏകദേശം 81 വയസ്സുള്ള ഒരു മുത്തശ്ശി മലപ്പുറത്തിൻ്റെ മണ്ണിൽ പോയി താമസിച്ചതിന് ശേഷം ആ മലപ്പുറത്തിനെ പറ്റി പറയുന്ന ഏതാനും ചില വാചകങ്ങൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. എന്റെ മകനെ ഓർത്ത് എന്റെ വാത്സല്യനിധിയായ എന്റെ പുത്രൻ വന്ന് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മലപ്പുറത്തേക്ക് വന്നു. ആദ്യം മലപ്പുറം എന്ന് കേട്ടപ്പം അല്പം ഭയമുണ്ടായി. ഞാൻ ധരിച്ചിരുന്ന എന്താണെന്ന് പറയട്ടെ, ഞാൻ നായർ തറവാട്ടിൽപ്പെട്ടവളല്ലേ, എന്നെ നിങ്ങൾ അംഗീകരിക്കുകയില്ല എന്നൊരു തോന്നൽ എന്നെ നാട്ടുകാർ പറഞ്ഞ് ഭയപ്പെടുത്തി. പണ്ട് മാപ്പിളലകളെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ 79 വർഷം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ജീവിച്ചിട്ട് അവിടെ നേടിയെടുക്കാൻ കഴിയാത്ത മാതൃനിർവിശേഷമായ ഒരു സ്നേഹം ഈ മലപ്പുറത്ത് നിന്ന് 3 വർഷം കൊണ്ട് എനിക്ക് കിട്ടി. ഇത് ഞാൻ സത്യമായിട്ട് പറയുന്ന കാര്യമാണ്. 82-കാരിയായ ഞാന് മലപ്പുറത്ത് ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ. മുത്തശ്ശി പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ, 78ാമത്തെ വയസ്സിൽ മലപ്പുറത്തേക്ക് തൻ്റെ കൊച്ചുമകൻ അരികിലേക്ക് പോയി താമസിക്കേണ്ടി വരുന്ന അമ്മ ആദ്യം ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്തു. അതും നല്ല നായർ സമുദായത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ്. നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട, അവിടെ മാപ്പിള ലഹള നടന്ന സ്ഥലമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ അമ്മയെ പീഡിപ്പിച്ചു വിട്ടു. എന്നാലും തൻ്റെ മകൻ്റെ അടുത്തേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് അമ്മ അങ്ങോട്ട് താമസം മാറ്റുകയാണ്. എന്നാൽ ഈ 3 വർഷം കൊണ്ട് അമ്മ പറയുന്നു, ഞാൻ കേട്ടത് ഒന്നുമല്ല ഈ മലപ്പുറത്തുള്ള ആൾക്കാർ എന്ന് പറയുന്നു. അത്രയ്ക്കും സ്നേഹമാണ്. അത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഈ 3 വർഷം കൊണ്ട് തനിക്കുണ്ടായ അനുഭവത്തിൻ്റെ ജീവിത അടിസ്ഥാനത്തിൽ പറയുന്ന വാക്കുകളാണ്. എൻ്റെ കൊച്ചുമക്കളോട് ആ അമ്മ പറയുകയാണ്, അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു ആൾക്കാരെയും ഞാൻ എൻ്റെ ഈ 81 വയസ്സ് പ്രായത്തിൽ ഇന്ന് വരെ, നമ്മുടെ ഭാരതത്തിൽ ഇന്ന് വരെ ഒരിടത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന്. അത് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട, അതും 81 വയസ്സ് പ്രായം വരുന്ന ഒരു മുത്തശ്ശി നമ്മളെ ജനങ്ങളോട് വിളിച്ചു പറയുന്നതാണ് നിങ്ങൾ കണ്ടത്. ഈ മലപ്പുറത്തിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന്
പിറകിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. എന്നാൽ മലപ്പുറം തന്ന സംഭാവന ഒരിക്കലും നമ്മൾ മറന്നുകൂടാൻ പാടില്ല. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി നമ്മുടെ EMS നമ്പൂതിരിപ്പാട് ജനനം കൊണ്ടത് ഈ മലപ്പുറത്താണ്. അതുപോലെ ഒരുപാട് കവികൾ നമ്മളെ എഴുത്തച്ഛനായാലും അതുപോലെ തന്നെ പൂന്താനമായാലും വെള്ളത്തോളായാലും എല്ലാം തന്നെ ജന്മമെടുത്ത പ്രസിദ്ധർ മലപ്പുറത്ത് നിന്ന് വന്നവരാണ്. അവർ നവോത്ഥാനത്തിന് വേണ്ടി, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് കവിതകളിലൂടെയും മറ്റും അവരുടെ സ്വരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത ഒരുപാട് പേരെ നമുക്ക് സംഭാവന ചെയ്ത സ്ഥലമാണ് നമ്മുടെ മലപ്പുറം. അത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ മറന്നു പോകാൻ വേണ്ടി പാടില്ല. അദ്ദേഹത്തിൻ്റെ ഈ വർഗീയ ചീറ്റുന്ന, ഈ വിഷം വമിപ്പിക്കുന്ന ഈ ഒരു പ്രസ്താവന മലപ്പുറം എന്ന് പറയുന്ന മുസ്ലിങ്ങളെ മാത്രമല്ല ഭാരതത്തിലുടനീളമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും എതിരായുള്ള ഒരു പ്രസ്താവനയായിട്ട് വേണം നമ്മൾ അതിനെ കണക്കാക്കാൻ. അതിന് പ്രത്യേകിച്ച് ഒരു ടാർഗറ്റ് ഉണ്ട്. അത് BJP പറയുന്നത് പോലെ ഒരു മിനി പാകിസ്ഥാനാണ് കേരളം എന്ന് മൊത്തം വരെ RSSകാർ കേരളത്തെ അധിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ആൾക്കാർ ഇന്ന് കേരളത്തിൽ വന്ന് മത്സരിച്ച് ജയിച്ചിട്ട് പാർലമെൻറ്റിലേക്ക് പോകുന്നത് എന്നാണ് RSSൻ്റെ നേതാവ് തന്നെ പറഞ്ഞത്. അതിനൊരു കാരണമുണ്ട്. ആ മുസ്ലിങ്ങളുടെ ഐക്യമാണ്, അവരുടെ ശക്തിയാണ്. അത് കണ്ടിട്ട് തന്നെയാണ് അവർ ഇവിടെ വന്ന് മത്സരിച്ച് വിജയിച്ചിട്ട് പോയത് എന്നാണ് അവർ ഉന്നം വെക്കുന്നത്. തീർച്ചയായിട്ടും മലപ്പുറത്തിൻ്റെ സ്നേഹം ഒരിക്കലെങ്കിലും ഒരു ജോലിയുടെ ആവശ്യാർത്ഥമോ അല്ലെങ്കിൽ ഒരു യാത്രയുടെ ആവശ്യാർത്ഥമോ നിങ്ങൾ മലപ്പുറത്ത് പോയി നിങ്ങൾക്ക് താമസിച്ച് അവിടെ നിൽക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുടെ സ്നേഹം തൊട്ടറിയാനും അതുപോലെ തന്നെ ആ മലപ്പുറത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് അവരുടെ പൈതൃകം മനസ്സിലാക്കാനും അവരുടെ പാരമ്പര്യം മനസ്സിലാക്കാനും അവരുടെ സ്നേഹം മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ നമ്മുടെ ശബരിമലയുടെ സമരത്തിൻ്റെ ഭാഗമായി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഹിന്ദുത്വവാദിയായ എന്നാൽ വലതുപക്ഷ നിരീക്ഷകനായ അദ്ദേഹം വളരെ പച്ചക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം ഒരു അഭിപ്രായം മനഃപൂർവ്വം പറയാനുണ്ടായ കാരണം എന്ന് പറയുന്ന ഒരു വീഡിയോ, അത് തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം വരെ ഒന്ന് കാണണം. വെള്ളാപ്പള്ളി നടേശൻ സാറിനും SNDP യോഗത്തിനും BJPക്കാർക്കും RSSകാർക്കും എല്ലാം ഇത് കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ പോയിന്റാണ് മനസ്സിലാവാത്തത്. ഇവരെന്തുകൊണ്ട് ഇത് പറയുന്നു നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കള്ളമാണെന്ന് വെള്ളാപ്പള്ളി സാറിനും അറിയാം, തുഷാർജിക്കും അറിയാം, അല്ലെങ്കിൽ BJPക്കാർക്കും അറിയാം, NDAക്കാർക്കും അറിയാം, SNDPക്കാർക്കും അറിയാം, NSSകാർക്കും അറിയാം, മലപ്പുറത്ത് താമസിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇത് പറയുന്നതിൻ്റെ കാരണം വളരെ ആഴമേറിയൊരു റീസണാണ്. അതായത് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് പലപ്പോഴും ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ ഒരുമിക്കാനും യോജിക്കാനുമുള്ളൊരു ഇടമോ സമയമോ സ്ഥലമോ ഒന്നുമില്ല. അപ്പൊ എപ്പോഴും ഞങ്ങൾക്ക് വിശേഷിയ ഹിന്ദുക്കൾക്ക് അപ്പുറത്തൊരു ശത്രു വേണം. ആ ശത്രു മുസ്ലിം ആവണമെന്നൊന്നുമില്ല. ഇപ്പം കുറച്ചു കാലം മുമ്പ് ഇന്നലെ തന്നെ ജബൽപൂരിൽ ക്രിസ്ത്യാനികളെ ആക്രമിച്ചില്ലേ. അതായത് വിഘടിച്ച് കിടക്കുന്ന നായരെ, ഈഴവനെ, ആദിവാസിയെ, അമ്പലവാസിയെ, പുലയനെ, പറയനെ, ബ്രാഹ്മണനെ, ധീവരനെ, വെള്ളാളനെ, ക്ഷത്രിയരനെ, അങ്ങനെ വ്യത്യസ്ത സമുദായങ്ങളെ ഒരുമിപ്പിക്കാനും അല്ലെങ്കിൽ ഈഴവ സമൂഹമോ നായർ സമൂഹമോ അത് ഒരു അടച്ചിട്ട റൂമിലാണ് പറയുന്നത്. ഇത് പറയുന്നത് ശരിക്കും മുസ്ലിങ്ങൾ വിചാരിക്കും മുസ്ലിങ്ങളോട് വിരോധം ഉള്ളതുകൊണ്ടാണെന്ന്. അല്ല, ഞങ്ങളുടെ ഉള്ളിലൊരു ആഴമേറിയ ആത്മീയ ശൂന്യത ഉള്ളത് കൊണ്ടാണ്. അതായത് ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്തുവിലും ബൈബിളിലും വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനി. ആരാണ് മുസ്ലിം? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിലും പരിശുദ്ധ ഖുറാനിലും അല്ലെങ്കിൽ അള്ളാഹുവിലും വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. പക്ഷെ ആരാണ് ഹിന്ദു? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഏകശിലാത്മക രൂപമില്ല. വേദങ്ങളുണ്ട്, വേദങ്ങൾ അംഗീകരിക്കാത്തവരുണ്ട്, അമ്പലങ്ങളുണ്ട്, അമ്പലങ്ങൾ ശരിയല്ല, വിഗ്രഹാരാധന തെറ്റാണ്, ക്ഷേത്രാരാധന ശരിയല്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇത് കള്ളത്തരമാണ്, മനഃപൂർവ്വം പറഞ്ഞതാണ് എന്ന് RSSകാർക്കറിയാം, കോൺഗ്രസ്സുകാർക്കറിയാം, വെള്ളാപ്പള്ളി നടേശനറിയാം, അതുപോലെ തന്നെ SNDPക്കാർക്കറിയാം, നമുക്കറിയാം, ഹിന്ദുക്കൾക്കറിയാം, എല്ലാവർക്കും അറിയാം. അതിനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് ഒരു ദിവസം പ്രാർത്ഥിക്കുവാനോ പോകുവാനോ വേണ്ടിയില്ല. മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച എല്ലാവരും ഒത്തുകൂടുന്നു, അവർ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഒരു ഞായറാഴ്ച ക്രിസ്ത്യൻസിനാണെങ്കിൽ അവർക്കും ഒരു പ്രത്യേക ദിവസമുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ദിവസമൊന്നും ഹിന്ദുക്കൾക്കില്ല. അത് ഒരു പ്രശ്നമാണ്. എന്തൊരു ആവശ്യങ്ങൾ വന്നാലും നമ്മൾ മുസ്ലിങ്ങൾക്ക് ഏകദൈവ വിശ്വാസികളാണ്. അവർ പടച്ച തമ്പുരാനിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും ഏകദേശം അങ്ങനെ തന്നെയാണ്. എന്നാൽ ഹിന്ദുക്കൾക്ക് അങ്ങനെയല്ല. 1000-ൽ-പരം ദൈവങ്ങളെയാണ് അവർ വിശ്വസിക്കുന്നത്. അതും ഉണ്ട് എന്നും ഇല്ല എന്നും ഒരുപാട് യുക്തിവാദികളും എല്ലാം കൂടി ചേർന്നതാണ് ഹിന്ദുമതം. അവർക്ക് ഒരു ഏകീകൃത ഐക്യം അവർക്കില്ല. എന്നാൽ മുസ്ലിങ്ങൾ അങ്ങനെയല്ല. അവരുടെ ഐക്യം കണ്ടിട്ട് പേടിച്ചിട്ടാണ് ഇത്തരം ഒരു അഭിപ്രായം നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹിന്ദുവിനെയും അതുപോലെ തന്നെ ഈയനെയും അതുപോലെ തന്നെ പുലയനെയും അതുപോലെ തന്നെ
ആദിവാസികളെയും എല്ലാവരെയും ഏകീകരിപ്പിക്കാൻ വേണ്ടി ഒരു കാരണവശാലും ഹിന്ദുവിന് സാധിക്കുന്നില്ല. അതിലുള്ള ഒരു വ്യസനത കൊണ്ടാണ് ഈ ഏകീകൃതമായി എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്ന മുസ്ലിമിനെ നോക്കിക്കൊണ്ട് കൊഞ്ഞനം കുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ മാറിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിഷമിപ്പിക്കുന്ന ഇത്രയും പച്ചയായ വൃത്തികെട്ട രീതിയിലുള്ള ഒരു പരാമർശത്തിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത് എന്നാണ് നമ്മളെ രാഹുൽ ഈശ്വർ പറയുന്നത്. അത് ഏകദേശം ഒരു സത്യമായ കാര്യമാണ് എന്ന് നമുക്കും തോന്നുകയാണ്. അത്തരം കണ്ട് പേടിച്ചിട്ടാണ് അദ്ദേഹം മലപ്പുറത്തിനെതിരെ എങ്ങനെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആലോചിക്കണം, അദ്ദേഹം വരുന്ന അദ്ദേഹത്തിൻ്റെ ജില്ലയായ ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലയിൽ 70% വരുന്ന ഹൈന്ദവരാണ്. അത് ഞങ്ങളുടെ നല്ല സഹോദരങ്ങളാണ്. പക്ഷേ ഞാൻ ഒരു കുറ്റം പറയുകയല്ല, അത് അദ്ദേഹം മനസ്സിലാക്കണം. അവിടെയുള്ളത് വെറും 10% മുസ്ലിങ്ങൾ മാത്രമാണ്. അവരും ഐക്യത്തോടു കൂടിയാണ് അവിടെ താമസിക്കുന്നത്. ഇന്ന് വരെ ജാതീയപരമായോ വർഗീയപരമായോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെയാണ് അവർ കഴിഞ്ഞു പോകുന്നത് എന്ന് വെള്ളാപ്പള്ളി നടേശൻ മനസ്സിലാക്കണം. അല്ലാതെ ഇത്രയ്ക്കും ഐക്യത്തോട് ജീവിക്കുന്ന ഇവരുടെ ഇടയിൽ എന്തെങ്കിലും വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടാക്കിക്കൊണ്ട് അവിടുന്ന് എന്തെങ്കിലും ഒരു മുതലെടുപ്പ് നടത്താമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു വ്യാമോഹം മാത്രമാണ്. ഈ മണ്ണിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ഒരുപാട് സംഭാവനകൾ ചെയ്ത നമ്മുടെ മലപ്പുറത്തിൻ്റെ മണ്ണിൽ നമുക്കത് നടക്കുകയില്ല എന്ന് സ്നേഹപൂർവ്വം നമ്മൾ വെള്ളാപ്പള്ളി നടേശനെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവസാനമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു ഡയലോഗ് പണ്ട് ഒരു TV ചാനലിന് അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സംഭാവനയ്ക്കല്ലാതെ ഞങ്ങളെ ഇന്ന് വരെ ആരും ഒരു ഹിന്ദുവായി പരിഗണിച്ചിട്ടില്ല ഈയവ ജാതിക്കാരെ എന്ന് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഒരു പ്രസ്താവന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് തന്നെയാണ് സാർ, ഞങ്ങളാരുമല്ല നിങ്ങളെ ഒറ്റപ്പെടുത്തിയത് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. അത് തിരിച്ചറിയുന്നിടത്തിലാണ് നിങ്ങളുടെ വിജയം. അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലും തോറ്റതിന് മുസ്ലിമിൻ്റെ നേർക്ക് കുതിര കയറാൻ വരരുത് എന്ന് മാത്രം നമുക്ക് വെള്ളാപ്പള്ളി നടേശനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് ഐക്യത്തോടെയും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാനുള്ള സാഹചര്യം കേരളത്തിലുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അതിന് മുന്നേ വെള്ളാപ്പള്ളി നടേശൻ്റെ ആ പഴയ വീഡിയോയുടെ ഏതാനും ചില വാക്കുകൾ. ആ ആശയത്തിന് ഇന്നും നാളെയും ഒത്തിരി ഞാൻ മാറിയിട്ടില്ല. പക്ഷേ ഞങ്ങളെ ആരും ഹിന്ദുവായിട്ട് ആരും കൂട്ടാറില്ല. പ്രത്യേകിച്ച് ഇഴവരാതി പിന്നോക്ക വിഭാഗത്തെ ഈ ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കുന്നവരാരും ഞങ്ങളെ ഹിന്ദുവായിട്ട് കൂട്ടാറില്ല. പല പിരിവിന് വരുമ്പോൾ ഞങ്ങൾ ഹിന്ദുക്കളാണ്. അപ്പോൾ അതെ സാർ, മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, ഒരു പ്രത്യേക സംസ്ഥാനമാണ്. അവിടെയുള്ളവർക്കൊരു പ്രത്യേക സ്നേഹമാണ്, പ്രത്യേക സഹോദര്യമാണ്, പ്രത്യേക സംസ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.